الحمد لله وصلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين أما بعد സുന്നിയുടെ ഓൺലൈൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സമുദായത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ആളുകൾ എന്നെ സമീപിച്ചിരിക്കുകയാണ്. ഞാൻ വാർദ്ധക്യത്തിൻ്റെയും രോഗങ്ങളുടെയും നടുവിൽ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടമാണ് ഗതിയാണ്. അതായി വന്നേക്കും. സുന്നത്തമാകത്തിന്റെ പ്രവർത്തന മേഖലകൾക്ക് വളരെ അധികം പ്രവർത്തിച്ച ഒരു കാലം എനിക്ക് കഴിഞ്ഞു പോയി. അപ്പൊ ഞാൻ മർക്കസിന്റെ മഹത്തായ സ്ഥാപനമായ ബനാത്ത് കോളേജുമായി ബന്ധപ്പെട്ട ആത്മീയ തലത്തിൽ പ്രവർത്തിച്ചു വന്നു. ആ കാര്യം ആദ്യമേ അറിയിക്കുവാൻ വളരെ അധികം താല്പര്യമുണ്ട്. ഇപ്പോഴത്തെ ഒരുപാട് രംഗങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു മഹത്തായ വേദി അവസരം നൽകിയതിൽ സംഘാടകരോട് എനിക്ക് അങ്ങേയറ്റം കടപ്പാടുകളുണ്ട്. ഞാൻ അതും ഇതും പറയാൻ ആഗ്രഹിക്കുന്നില്ല. സുന്നത്തമാകത്തിന്റെ പ്രവർത്തന മേഖല എല്ലാ ഭാഗത്തിലും പുരോഗമിച്ചു വരികയാണ്. പ്രവേശിച്ച എല്ലാ രംഗവും വിജയം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളുടെ ഈ പ്രവർത്തനവും വിജയിക്കണമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം. പക്ഷേ ആരോഗ്യക്കുറവും വയസ്സുമെല്ലാം ഒരു പരിധിയിൽ എന്നെ തടഞ്ഞു നിർത്തുന്നത് കൊണ്ട് ഞാൻ ഒരു ചെറിയ ഉപദേശം മാത്രമാണ് പ്രവർത്തകന്മാരോട് ചെയ്യേണ്ടത്.
പ്രിയമുള്ള പ്രവർത്തകരെ, നിങ്ങൾ തളരാതെ ഉന്മേഷത്തോടെ ആരോഗ്യത്തോടു കൂടി ഈ കാറ്റിലും മുന്നേറണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ മുന്നേറ്റം സുന്നത്തമായത്തിൻ്റെ മുന്നേറ്റമാണ്, ഇസ്ലാമിൻ്റെ മുന്നേറ്റമാണ്. അതുകൊണ്ട് ആത്മാർത്ഥത കൈവിടിയാൽ നന്നായി പ്രവർത്തിക്കുകയും എന്തൊക്കെയാണോ നമ്മളുടെ പരിധിയിൽ വരുന്നത് അതെല്ലാം വംവിജയമാക്കി തീർക്കുകയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. ഞാനത് ഉപദേശിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, സുന്നത്തമായത് അല്ലാത്ത ഏത് വേദികളും പ്രവർത്തനങ്ങളുമെല്ലാം പേരിൻ്റെ ഇസ്ലാമിൻ്റേതാണെങ്കിലും അതൊക്കെ യാഥാർത്ഥ്യവുമായി വളരെ അകലെയാണ്. യഥാർത്ഥ ഇസ്ലാമും യഥാർത്ഥ അധ്യയനം യഥാർത്ഥ പ്രവർത്തന മേഖലയും സുന്നത്തമായത്തിൻ്റെതാണ്. ആ കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു പരിധി ഉണ്ടാക്കുമല്ലോ പ്രവർത്തനത്തിന്. ആ പരിധിയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഈ ഇഖ്ലാസ്, നിഷ്കളങ്ക നിങ്ങളുടെ കൈമുതലാകണമെന്നാണ് ഒന്നാമത് എനിക്ക് പറയാനുള്ളത്. നാം ഇന്ന് പഴയ മാതിരി കേവലം ഒരു മഹല്ലുകളിലും അതല്ലെങ്കിൽ ഗ്രാമങ്ങൾ ഒതുങ്ങുന്ന ഒരു പ്രവർത്തനവും പ്രസ്ഥാനവുമല്ല നമ്മുടെ. നാം ഇന്ന് എല്ലാ രംഗത്തും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്താണ് പാനൂർ വെച്ച് സാഹിത്യോത്സവങ്ങൾ. ഇതുപോലെ ഏതേതെല്ലാം ഭാഗമുണ്ടോ ആ ഭാഗങ്ങളിലെല്ലാം നമുക്ക് കൈയുണ്ട്. കൈയുള്ളതെല്ലാം വിജയിപ്പിക്കേണ്ടത് ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് ആ കാലങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും സുന്നത്തമാകത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും നമുക്ക് മാത്രമല്ല വരാനിരിക്കുന്ന നമ്മളുടെ ഭാവിയും അതൊരു വലിയ നേട്ടവും ആവശ്യവുമാണ്. ആ കാര്യം നിങ്ങൾ കണക്കിലെടുക്കുകയും എന്താണോ നമ്മളുടെ ഇപ്പോഴത്തെ ഈ പ്രവർത്തനം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം വിജയിപ്പിക്കുകയും ചെയ്യണം. സുന്നത്തമായത്തിൻ്റെ പുറത്തുള്ളവർ കാട്ടിക്കൂട്ടുന്ന എല്ലാ കൂത്താട്ടങ്ങളും അത് ഇസ്ലാമിന് ഒന്നും ചെയ്യുകയില്ല, അത് പാചകമുണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനം വിജയത്തിൻ്റെ